രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചേക്കില്ല. എഫ്ഐആർ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം മാത്രം കോടതിയെ സമീപിക്കാനാണ് നീക്കം. അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട്. മുസ്തഫ, എന്തുകൊണ്ടാണ് ഇന്ന് കോടതിയിലേക്ക് ഇല്ലാത്തത്? നാളെയും കോടതിയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ നാളെ ആയിരിക്കുമോ അന്വേഷണ സംഘം പ്ലാൻ ചെയ്യുന്നത്? തന്നെ അഭിഭാഷകനുമായി അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോഴാണ് നാളെ പ്രത്യേകമായി തന്നെ ഹൈക്കോടതിയിൽ തന്നെ ഈ വിഷയം ഉന്നയിക്കാനുള്ള ഒരു സാധ്യത അദ്ദേഹം ചില സൂചനകൾ നൽകിയത്. അതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം, പോലീസിന്റെ ഒരു കണക്കുകൂട്ടലിൽ ശനിയാഴ്ച കോടതി സാധാരണഗതിയിൽ ഹൈക്കോടതികൾ പ്രവർത്തിക്കാറില്ല. പക്ഷെ നാളെ ഹൈക്കോടതി പ്രത്യേകമായി തന്നെ വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് നാളെ സമീപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല, ഇതിനകത്ത് പ്രാഥമികമായി പരിശോധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. എഫ്ഐആറിലെ വിശദാംശങ്ങൾ, അത് രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷൻ, അവിടുത്തെ SHO ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കാണിക്കേണ്ടതുണ്ട്. നേരത്തെ വലിയമല പോലീസ് സ്റ്റേഷന്റെ കാര്യമാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അത് നിയമത്തേക്ക് മാറ്റിയിരിക്കുന്നു. അങ്ങനെ ഒരു അവ്യക്തത ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, എഫ്ഐആറിനകത്ത് പ്രഥമ ദൃഷ്ട്യാ ബോധ്യമാക്കുന്ന ചില വൈരുദ്ധ്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതുകൂടി മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ ബോധിപ്പിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചാണ് ഈ ജാമ്യ ഹർജി തന്നെ തയ്യാറാക്കുക. അത്തരം വിശദാംശങ്ങൾ പൂർണ്ണമായി ലഭ്യമായ ശേഷം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടെങ്കിൽ പോലും അത് പബ്ലിഷ് ചെയ്യുകയോ അതിന്റെ കോപ്പി ലഭ്യമാക്കാനുള്ള നടപടിയിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല. കാര്യം, അത് പൂർണ്ണമായി അതിന്റെ ഒരു പൂർണ്ണ തോതിലേക്ക് അത് വന്നു കഴിഞ്ഞാൽ മാത്രം ആ എഫ്ഐആർ കൂടി വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് അതിന്റെ നിയമവശങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് ഒരു സാവകാശം എടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അഭിഭാഷകൻ സൂചിപ്പിക്കുന്നത് തന്നെ ഇന്ന് ഒരു പക്ഷേ നീങ്ങിയേക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇന്ന് പൂർണ്ണമായും അങ്ങനെ ഇന്ന് സമീപിക്കില്ല എന്ന് പറയാനും കഴിയില്ല. പക്ഷെ മനസ്സിലാക്കുന്നത് നാളെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ്. എന്തായാലും ഇന്ന് വന്നു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ നാളേക്ക് വെക്കുകയോ അല്ലെങ്കിൽ മറ്റു മുൻകൂർ പോലീസിന്റെ പ്രോസിക്യൂഷന്റെ നിലപാട് തേടുകയോ ഒക്കെ പ്രധാനമാണ്. പക്ഷെ അത് പൂർണ്ണമായ ഒരു വ്യക്തത വരണമെങ്കിൽ എന്തായാലും ഈ എഫ്ഐആറിന്റെ വിശദാംശങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിലൊരു വ്യക്തത കുറവുണ്ട് എന്നാണ് അഭിഭാഷകൻ വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരു പക്ഷേ നാളെ സമീപിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ധന്യ. യെസ്, അഹമ്മദ് മുസ്തഫയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്നിപ്പോൾ ഹൈക്കോടതിയിലേക്ക് ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ കോടതി പ്രവർത്തിക്കുന്നുണ്ട്. ശനിയാഴ്ചയാണെങ്കിലും ഒരുപക്ഷെ നാളെ ആയിരിക്കും കോടതി നടപടിയിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്.